ഹായ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഏറി പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ആസിഫ് അലി, രമേശ് നാരായണൻ സബ്ജക്റ്റ്. ഇത്ര വലിയ കാര്യമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് അവിടെ അവർ തമ്മിൽ തീർന്നതാണ്. അതിന് എക്സ്പ്ലനേഷനായിട്ട് രമേശ് നാരായണനും വന്നു, ആസിഫ് അലിയും രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ അതിന് കുറേ കുട പിടിക്കാനുള്ള മാമന്മാരുടെ കുറേ കഥകളും പിന്നെ ചാനൽ ചർച്ചകളും ഒക്കെ ആയിട്ട് അതിങ്ങനെ നീട്ടി 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 അവസാനം അതൊരു വംശീയ വെറി വരെ അല്ലെങ്കിൽ ഒരു ജാതീയ വെറി വരെ എത്തിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മികച്ചൊരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലി അദ്ദേഹത്തോളം പോകുന്നൊരു പ്രതിഭയൊന്നുമല്ല. എന്ന് വെച്ച് ആസിഫ് അലി മോശമാണെന്നോ അല്ലെ ആസിഫ് അലി ഒട്ടും കൊള്ളില്ലാത്ത നടനാണെന്നോ അല്ല അർത്ഥം. ആസിഫ് അലി മികച്ച നടനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ടാണ് അല്ലെങ്കിൽ നാളുകൊണ്ടാണെന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും കമ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് മോഹൻലാലിനെയും ജയറാമിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. എന്ന് വെച്ച് സുരേഷ് ഗോപിയും മമ്മൂട്ടിക്ക് പോകുന്ന ആളാണെന്നോ അല്ലെ മോഹൻലാൽ ജയറാമിനോളം വലിപ്പമുള്ള ആളാണെന്നോ ഒന്നും അല്ല അർത്ഥം. മോഹൻലാലാണ്, മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യത്തിലും വരുന്നത്. ശരിക്കും നമ്മളാണ് ഇതിനെ വലിച്ചു കെട്ടി പറഞ്ഞ് ഇതൊരു ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിക്കൊണ്ട് കെട്ടുന്നത്. ശരിക്കും മനുഷ്യർ തമ്മിൽ ഒരിടത്തും പ്രശ്നങ്ങളില്ലാതെ ഒന്നും ഇരിപ്പില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ കഴിഞ്ഞ് അവർ കാണിച്ചു കൂട്ടിയ ഇന്ത്യയിലടക്കം ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമുകളാണ് ബ്രസീലും അർജൻറ്റീനയും. അതിൽ തന്നെ അർജൻറ്റീന കപ്പെടുത്തതിന് ശേഷം ഫ്രാൻസിനെ ഏതെല്ലാം താഴ്ത്തിക്കെട്ടാ തരത്തിലെല്ലാം താഴ്ത്തിക്കെട്ടി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ആ ലാസ്റ്റ് വീഡിയോ തന്നെയാണ്. അവർക്ക് നേരത്തെ കലിപ്പ് കാണും. കാരണം മെസ്സി ഇല്ലെങ്കിലും അർജൻറ്റീന കപ്പെടുക്കും, അത് 100% ഉറപ്പാണ്. കാരണം മെസ്സി വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത്രയ്ക്ക് പ്രതിഭകളുള്ള ഒരു ടീമാണ് അർജൻറ്റീന എന്ന് പറയുന്നത്. ഫ്രാൻസും മോശമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച കളിക്കാരൻ കിലിയൻ തന്നെയാണ്. മെസ്സിയും ബാക്കി 10 പേരെയും കൂടെ കിലിയൻ ലോകകപ്പിൽ നിർത്തിപ്പൊരിച്ചതാണ്. അതിൻ്റെ എല്ലാം ദേഷ്യം കാണും അർജൻറ്റീനക്കാർക്ക്. അതവർ ഒരു പാട്ട് രൂപത്തിലാക്കി. ഇത് എല്ലാ സമൂഹത്തിലും നടക്കുന്നതാണ്. ഈവൻ നമ്മുടെ വീടുകളിൽ പോലും. പണ്ട് റീമ കല്ലിങ്കിലോ ആരാണ്ട് പറഞ്ഞ പോലെ ആങ്ങളയ്ക്ക് മീൻ കൊടുത്തു, എനിക്ക് മീൻ തന്നില്ല എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളേ ഉള്ളൂ. എല്ലായിടത്തും മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ബഹളം വെക്കാറുണ്ട്, തർക്കിക്കാറുണ്ട്. അപ്പം മറ്റുള്ളവരിത് പറഞ്ഞ് വലിയ കാര്യമാക്കിയാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം കൊണ്ടെത്തിക്കുന്നത്. ശരിക്കും നിങ്ങൾ തന്നെ നോക്കൂ, ആസിഫ് അലിയാണോ അവിടെ കൊടുക്കേണ്ടത്? അദ്ദേഹം മുതിർന്നൊരു സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മിനിമം ആ ഒരു ഡിഗ്നിറ്റിയുള്ള ഒരാൾ തന്നെ കൊടുക്കുന്നതല്ലേ എൻ്റെ മനോഹാരിത. അല്ലാതെ ഏതിലും ഒരാളെ കൊണ്ട് ആ സ്റ്റേജിൽ വേറൊരാളിരുന്നു, ഇന്നലെ സിനിമയിൽ അഭിനയിച്ച ഒരാൾ വന്നു, അയാളെ കൊണ്ട് കൊടുക്കുക, ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള അതല്ലല്ലോ മര്യാദ. നമ്മൾ സച്ചിനായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ടാണ്. എന്ന് വെച്ച് നാളെ രഞ്ജി ട്രോഫി കളിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പുരസ്കാരം സച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? എന്തിന്? ഒരു ഷാറപ്പോവ എന്ന് പറയുന്ന ആൾ സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞ്, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആകെ 15 രാജ്യങ്ങളിലോ 16 രാജ്യങ്ങളിലോ മാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കളിക്കുന്ന കളിയാണ്. അതല്ല ടെന്നീസ്. അത്രയും വേൾഡ് ഫേമസ് ആയൊരു ടെന്നീസ് കളിക്കാരി സച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞതിന് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയ മലയാളികളാണ്. ഇത്രേ ഉള്ളൂ മലയാളികളുടെ സദാചാര ബോധവും അല്ലെങ്കിൽ
ലോ ലോക അറിവെന്ന് പറയുന്ന സാധനവും. ഞങ്ങളാണ് വലുത്, അല്ല ഞാനാണ് വലുത്. ഈ പാവം മാറ്റിയാൽ തന്നെ മലയാളി രക്ഷപ്പെടും. ചുമ്മാ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന പരിപാടി നമ്മൾ മലയാളികൾക്കല്ലാതെ ലോകത്താർക്കെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക.